ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾ നടന്നു കിട്ടണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ്. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്ത് വേണം ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട്. ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നടക്കും എന്ന് നോക്കാം. അതായത് ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ ചെറിയ വിജയങ്ങൾ പോലും വലിയ കാര്യമായിട്ട് കണക്കാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതായത് ചില വ്യക്തികളുണ്ട്, വലിയ വിജയങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം വളരെ നിസ്സാരമായിട്ട് കാണുന്നവർ. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് നിസ്സാരമാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോഴാണ് നടക്കുന്നത് എന്ന് നോക്കാം. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം 100% ഉടൻ തന്നെ നടന്നു കിട്ടും എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ അതിനുള്ള സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ വലിയ കാലതാമസമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടിയേക്കാം. അതിനുള്ള സാധ്യതകൾ മാത്രമാണ് കാണുന്നത്. ചിലപ്പോൾ നടക്കാതെയും ഇരിക്കാം. നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നന്നായി പരിശ്രമിച്ചാൽ, നന്നായി പ്രാർത്ഥിച്ചാലൊക്കെ ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകളൊക്കെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ അത് നടക്കാൻ വേണ്ട രീതിയിൽ പരിശ്രമിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നന്നായി പരിശ്രമിച്ചാൽ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നതാണ്. ചില ആളുകളുണ്ട്, എത്ര പരിശ്രമിച്ചാലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തവർ. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ നൽകുന്നുണ്ട്. പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ അടുത്തിടെ തന്നെ എടുക്കേണ്ടതായിട്ട് വരും എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ സാധാരണ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വ്യക്തികളുടെ സാന്നിധ്യമാവാം. വ്യക്തികൾ എന്നുദ്ദേശിക്കുന്നത് പുതിയ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാവാം. അങ്ങനെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം, അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാവാം. അതായത് ജോലി, വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാവാം. ഇത്തരത്തിൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന് കുറച്ചു മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിന് കിട്ടിയ കാർഡുകൾ നോക്കുമ്പോൾ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. വേണ്ട രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നടന്നു കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. നന്നായിട്ട് പരിശ്രമിക്കുക, ഒപ്പം പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ്. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നടക്കുമെന്ന് നോക്കാം. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളതെന്നാണ് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊപ്പം ആരുമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കുള്ള അവസ്ഥയാവാം, അല്ലെങ്കിൽ ചുറ്റിലും എല്ലാവരുമുണ്ട്, എന്നാൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം. എന്തായാലും തീർത്തും ഒരു ഒറ്റപ്പെടൽ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട്.
നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു മോശം മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ അതിന് കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളത്. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതുപോലെ ഒരു സാഹചര്യം ആകണമെന്നില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോഴാണ് നടന്നു കിട്ടുന്നത് എന്ന് നോക്കാം. അതായത് അപ്രതീക്ഷിതമായി നടക്കാം എന്നുള്ള ഒരു ഫലമാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉടൻ തന്നെ നടന്നു കിട്ടാം. ചിലപ്പോൾ അത് നടക്കാനായിട്ട് കാലതാമസം എടുത്തെന്നും വരാം. അപ്രതീക്ഷിതമായി ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയേക്കാം എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് നടന്നു കിട്ടാനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് കാണുന്നത്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക, വേണ്ട രീതിയിൽ പരിശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും നിങ്ങളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ സ്വാധീനം മൂലം നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് നിലവിലുണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണ് കാണുന്നത്. അവർ നിങ്ങളുടെ ജീവിതത്തെ വളരെ മോശമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ തകർച്ച നിങ്ങളിപ്പോൾ നേരിടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഈശ്വരൻ കൈവിടില്ല എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോഴാണ് നടക്കുന്നത് എന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അതായത് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാധ്യതകൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. എല്ലാത്തിനേക്കാളും ഉപരി പരിശ്രമമാണ് വേണ്ടത്. എത്ര സാധ്യതകളുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വന്നെങ്കിലും നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ ആ ഒരു കാര്യം ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഇനി ഏതെങ്കിലും വ്യക്തികൾ മൂലം നിങ്ങൾ പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ കഴിവതും അവരിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. അവരുടെ വാക്കുകൾ നിങ്ങൾ കണക്കിലെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്തരം വ്യക്തികളെയും അവരുടെ വാക്കുകളെയും പരിഗണിക്കാതിരുന്നാൽ തന്നെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നന്നായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്.